ബിഗ് ബോസ് സീസൺ 8 ഓഡീഷൻസും കാര്യങ്ങളൊക്കെ എന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് PR-ന്റെ റോൾ എന്താണ് എന്നുള്ള ഇതിലുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ പലരും ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഉറപ്പായിട്ടും PR-ന് അതിൻ്റെ വലിയൊരു റോൾ തന്നെയുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓഡീഷൻസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 8 വേണ്ടിയുള്ള ഡയറക്റ്റ് ഓഡീഷൻ അല്ല. അതിനു മുന്നേ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ചെറിയൊരു 10-20 ദിവസത്തേക്ക് ഉള്ളൊരു ചെറിയൊരു പരിപാടി നേരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ ബിഗ് ബോസ് പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ അഗ്നി പരീക്ഷയിൽ ഉണ്ടാവുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോമണേഴ്സ് ആയിരിക്കും. സാധാരണക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും എന്നാലും ഈ ഒരു പരിപാടിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് മികച്ചത് എന്ന രീതിയിൽ തോന്നുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ വോട്ടിംഗ് കിട്ടുന്ന ആൾക്കാർ മാത്രമാണ് സെലക്ട് ആയിട്ട് എന്നാലും ബിഗ് ബോസ് സീസൺ 8 ഡയറക്റ്റ് ആയിട്ട് പോകുക. അത് വളരെ ഒരു 5-6 ആൾക്കാർ മാത്രം എന്നാലും അത്തരത്തിൽ സെലക്ട് ആവുകയുള്ളൂ, അങ്ങനെ സീസൺ 8 എന്നാലും കയറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് PR-ന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്ത് PRs ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് ആരാണ് മുന്നോട്ട് പോകേണ്ടത്, ആരാണ് ഔട്ട് ആവേണ്ടത് എന്ന കാര്യമൊക്കെ. കാര്യം വെച്ചാൽ ഉറപ്പായിട്ടും നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഇതിനു മുന്നുള്ള ബിഗ് ബോസ് മലയാളത്തിലും അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലാണെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ എപ്പോഴും ജയിക്കണമെന്നൊന്നുമില്ല. കാര്യം നമ്മൾ വളരെയധികം ഹൈപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജയിക്കും എന്ന് തോന്നുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ആയി പുറത്തു പോകുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. കാര്യം വെച്ചാൽ ഉറപ്പായിട്ട് വോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ പറയുന്ന ഷോയുടെ ഒരു പ്രധാന ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരെന്നൊക്കെ വേണമെങ്കിൽ പറയും, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രധാനമായിട്ട് സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഷോ ഇറക്കുന്നതെന്ന് നോക്കണമെങ്കിൽ പറയും. പക്ഷെ അവർ മാത്രം അത് കാണുന്നതെന്നല്ല, പക്ഷെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഓഡിയൻസിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ മലയാളത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ അവർ ഏഷ്യാനെറ്റ് ചാനലിലൂടെയൊക്കെയാണ് ഇത് കാണുന്നത്, അല്ലെ ജിയോ ഹോട്ട്സ്റ്റാർ പർച്ചേസ് ചെയ്തിട്ട് അതിലൂടെ ഒന്നും അല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർ വോട്ട് ചെയ്യണം. അപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ ജിയോ ഹോട്ട്സ്റ്റാർ പർച്ചേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഈ പറയുന്ന PRs ആണ് ഇത്തരത്തിൽ വോട്ടിങ് കാര്യങ്ങളെല്ലാം മാക്സിമം ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PRs-ന്റെ കയ്യിലാണ് ആര് ജയിക്കണം, ആര് പുറത്താവണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു പരമാവധി ഡിസിഷൻസ് ഇരിക്കുന്നത് എന്നോടും പറയാം. കാര്യം പല സോഴ്സിലൂടെ മാക്സിമം വോട്ട് എത്തിക്കാനുള്ള പല രീതികളും എന്തായാലും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഓഡീഷൻസുമായിട്ട് എന്താണ് പങ്ക് എന്ന് നോക്കുകയാണെങ്കിൽ ഓഡീഷൻസുമായിട്ട് ഡയറക്റ്റ് പങ്കൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന അഗ്നി പരീക്ഷയിലേക്ക് സെലക്ട് ആവുന്ന ആൾക്കാർ ആര് സീസൺ 8 കടക്കണം എന്നുള്ളൊരു കോൾ എടുക്കാൻ അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ പറയുന്ന PRs-ന് പറ്റും. കാര്യം ഈ പറയുന്ന അഗ്നി പരീക്ഷയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു 10-20 ആൾക്കാരാണെങ്കിലും അവരിൽ ആർക്കാണ് ഏറ്റവും വോട്ട് കൂടുതൽ എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് മുന്നോട്ട് പോകണം എന്ന കാര്യമൊക്കെ എന്നാലും ഡിസൈഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പരിധിവരെ നല്ല രീതിയിൽ വോട്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ, അതായത് വരുന്ന 10-20 ആൾക്കാരിൽ നിന്ന് ഒരു 5-6 പേർക്ക് നല്ല രീതിയിൽ വോട്ട് ആർക്കൊക്കെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യാൻ ഉറപ്പായിട്ടും ഈ പറയുന്ന PRs-ന് നല്ല രീതിയിൽ തന്നെ എന്തായാലും സാധിക്കും. അഗ്നി പരീക്ഷയിലേക്കുള്ള 10-20 ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ ഡിസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസിന്റെ ടീമിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പുറത്തുനിന്ന് PRs-നൊന്നും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു 3 മിനിറ്റുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ അഴക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 15-ാം തീയതി, ഇന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അടക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ അടക്കാൻ ശ്രമിക്കുക.